തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മളൊരു ദിവസം മാറി, നമ്മൾ വ്യത്യസ്തമായ ഓരോരോ ഐറ്റംസ് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓരോ വീഡിയോസും മിസ്സാവാതെ കാണണേ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് ലാൻഡ്സ്കേപ്പ് മോഡലാണ്, അതായത് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ നമ്മൾ കുർത്തീസിൻ്റെ ചുരിദാർ സെറ്റ്സിൻ്റെ ഒക്കെ എടുക്കുന്നത് പോർട്രേറ്റ് മോഡലാണ്. അങ്ങനെ അതിൽ നമ്മൾ ചെറുതായിട്ടല്ല കാണുക, അതിലൊരു കോർണറിലൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ ഫുൾ സ്ക്രീനിൽ വരും. അങ്ങനെ നോക്കണേ. അപ്പോൾ ക്ലാരിറ്റി കുറവുള്ളവർ ഞാനൊരു കമൻറ്റിൽ പിൻ ചെയ്തിട്ടിരുന്നു, ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ എടുത്തിടാം. 1080p എന്ന് കുട്ടികളോട് ആരെങ്കിലും പറഞ്ഞ് ആക്കിത്തരും. 1080pയിൽ കാണണം നമ്മളെ വീഡിയോ. സെറ്റിങ്സിൽ പോയിട്ട് വീഡിയോയുടെ നമ്മൾ മുകളിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ റൈറ്റ് സൈഡ് മുകളിലൊരു സെറ്റിങ്സിൻ്റെ ഒരു എംബ്ലോ ഇല്ലേ, അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇങ്ങനെ പോകും. അതിൽ അഡ്വാൻസ് സെറ്റിങ്സ് പറഞ്ഞിട്ട് അതിൽ വരും. അതിലാണ് കാണേണ്ടത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണേ. പിന്നെ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാട്സപ്പ് ത്രൂ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ടാണ് മെസ്സേജ് നോക്കി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വട്ടം നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മെസ്സേജ് അയക്കരുത്. അപ്പോൾ നമ്പർ മുകളിലേക്ക് വരും. അത് അറിയാത്തത് കൊണ്ട് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഒരു നോർമൽ ടൈം ആവശ്യമാണത്. അത് നമുക്ക് എന്തായാലും. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് കിട്ടാതെ വന്നു എന്നൊക്കെ പറഞ്ഞവരൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഡീൽ ചെയ്യുന്നവരല്ല. പുതിയ ആൾക്കാർ പരിചയക്കുറവ് കൊണ്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ട് മാറ്റേഴ്സാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചിടണം. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിലാണ് അതല്ല നമുക്ക് വിളിച്ചാൽ കിട്ടുക. സൺഡേ ലീവാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ മാക്സിമം കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം വൈകണ്ട. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാം വിശദമായിട്ടൊക്കെ കാണാം. അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നു, നോക്കണേ. പുതിയ ആൾക്കാർ സമയം പോലെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ 3 piece സെറ്റാണ്. നമ്മൾ കോട്ടൻ്റെ 3 piece സെറ്റ് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിടാൻ പറഞ്ഞവരുണ്ട്. നമ്മുടെ സമയക്കുറവാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ ടോപ്പ്, ബോട്ടം, ദുപ്പട്ട, നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചുരിദാർ സെറ്റ് മെറ്റീരിയലിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ അതിൽ ഫിക്സഡ് സൈസ് ആയിരിക്കും. 2.5, 2.15, 2.30 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കാഷ്വൽ വെയർ ആയിട്ടുള്ള കോട്ടൺ സെറ്റ്സ്, കാംബ്രിക് കോട്ടണിൽ വരുന്നതാണ്. നമുക്ക് ആവശ്യം പോലെ കട്ട് ചെയ്തെടുക്കാം. 120 രൂപയാണ് മീറ്ററിന് റേറ്റ് വരുന്നത്. സെറ്റ് വൈസ് ആണ് കേട്ടോ അത് കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റായിട്ട് വരും, നമ്മൾ സെറ്റായിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ കഴിഞ്ഞിട്ട് ദുപ്പട്ട ബാക്കി ഉണ്ടെങ്കിൽ ദുപ്പട്ട മാത്രം അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ എന്താ പറയുക, അത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ തീരില്ല. അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത്, 120 rupees per meter ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്. ഇങ്ങനെ വരുന്നു ബോട്ടം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ ഫ്ലോറൽ പാറ്റേണിൽ വരുന്നത്. എന്നിട്ട് ഇതാ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു. ദുപ്പട്ട വരുന്നത് മൽ കോട്ടണിലാണ്. ഇങ്ങനെ വരുന്നു. ഒരു 2.15, 2.30 ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക. ഇങ്ങനെ വരുന്നു. 270 rupees per piece, 270 രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. ഇങ്ങനെ വരുന്നു. നല്ലൊരു പീച്ച് കളറിൽ, ഒരു ഓഫ് വൈറ്റ് ആൻഡ് പീച്ച്. ഇനി നമുക്ക് അതിലൊരു ലൈറ്റ് പർപ്പിൾ, നമ്മളൊരു ഒനിയൻ പിങ്ക് അല്ലാത്ത ഒരു ലൈലാക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡിൽ ഇതങ്ങനെ വരുന്നു. ഇങ്ങനെ ടോപ്പ്. ഇത് രണ്ടും കളർ ചേഞ്ച് ചെയ്യുന്നത്. ഒരു 43, 44 ഇഞ്ചാണ് വിടുത്ത് വരിക കേട്ടോ. ഇങ്ങനെ വരുന്നു ബോട്ടം. ടോപ്പ്, ബോട്ടം ഇങ്ങനെ വരുന്നു സെറ്റ്. അതിന് ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ മൽ കോട്ടണിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഇതാ ഇങ്ങനെ. അപ്പോൾ ടോപ്പ്, ബോട്ടം, ദുപ്പട്ട സെക്കൻഡ് സെറ്റ് ഇങ്ങനെ വരുന്നു. 270 രൂപ. നമ്മൾ 2.5 മീറ്റർ ടോപ്പ്, 2 മീറ്റർ ബോട്ടം, ഒരു ദുപ്പട്ട എടുക്കുമ്പോൾ അതിന് റേറ്റ് വരുന്നത് ഏകദേശം 810 രൂപ സെറ്റിന് വരിക. നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതലോ 2 മീറ്റർ 3 മീറ്റർ ഒക്കെ വേണ്ടവർക്ക് അംബ്രല്ല കട്ടിങ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഡാർക്ക് കളർ വേണ്ടവർക്ക് ഇത് അങ്ങനെ വരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡായ ആ ഒരു ഫ്ലോറൽ വലിയ ഡിസൈൻ വരില്ലേ, അതിൽ വരുന്നു. ഇതാ ഇങ്ങനെ നല്ലൊരു റെഡ്, മെറൂണിലേക്ക് പോകുന്ന നല്ല റെഡാണ്. ഇതിങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത്, 120 രൂപ. കാംബ്രിക് കോട്ടൺ ആണ് എല്ലാ മെറ്റീരിയൽ വരുന്നത്. ഇത് വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും കേട്ടോ. ഇങ്ങനെ വരുന്നു 120. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് ബോട്ടം 120. അപ്പോൾ ടോപ്പ്, ബോട്ടം ഇങ്ങനെ വന്നു. അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പ്, ബോട്ടം, ദുപ്പട്ട നമുക്ക് ഈ സമ്മറിലും എപ്പോഴും നമുക്ക് കാംബ്രിക് കോട്ടൺ ഒന്നുകൂടെ വാഷ് ചെയ്ത് ഒന്നും കൂടെ സോഫ്റ്റ് ആവും കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതാ ദുപ്പട്ട 270, 270 രൂപ. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും നമ്മൾ ലേസും അലങ്കാര പണികളൊക്കെ ചെയ്താൽ ഫോമൽ വെയർ ആയിട്ടും ഒക്കെ രൂപമാറ്റം വരുത്താവുന്ന മെറ്റീരിയൽസ്. നെക്സ്റ്റ് വരുന്നു നല്ലൊരു പാരറ്റ് ഗ്രീൻ, സുന്ദരി തത്തമ്മ പച്ച പറയില്ലേ, അതിൽ വരുന്നു. ഇത് ടോപ്പ് 44 ഇഞ്ച് വിടുത്ത്, 120, 120 രൂപ ഇങ്ങനെ വരുന്നു. അതിൽ ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു 120. അപ്പോൾ ടോപ്പും ബോട്ടും ഇങ്ങനെ വന്നു.
ഇനി അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ 120 120 രൂപ ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയുടെ റേറ്റ് 270 270 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റിനോട് കൂടി നമുക്ക് ആ ഒരു കളറിൽ ഇവിടെ നോക്കിയപ്പോൾ ഈ ഹക്കോബ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിനെയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലൊരു ടോപ്പിനും കൂടെ എടുത്ത്, ഇത് നമ്മളെ പ്രീമിയം ഹക്കോബ ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നതാണ്, കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ് പെർ മീറ്റർ, 300 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. ബിഗ് വിഡ്ത്ത് നമുക്കൊരു പാനൽ കട്ടിൻ്റെ ഒക്കെ ഫീൽ തരുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഈ ഡിസൈൻ പാറ്റേൺ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എയർലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ 2.5 മീറ്റർ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് 46 ഇഞ്ചൊക്കെ ലെങ്ത്ത് കിട്ടുക കേട്ടോ. അപ്പോൾ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഷോർട്ട് കുർത്തിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഇതാക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ നമ്മൾ ഇങ്ങനെ ഇതെടുത്ത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ബോട്ടം ഇങ്ങനെ വേണേൽ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ടോപ്പും ബോട്ടം നമുക്ക് ആവശ്യം പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ ഒരു പീസൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതും സെറ്റ് വൈസ് തന്നെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇതുകൂടെ ഒരു 2.5 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബോട്ടം കോമൺ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് വരുന്നൊരു വെറൈറ്റി ഫാബ്രിക് കോട്ടണിൽ, ഇതൊരു റയോൺ കോട്ടൺ ആണ്, കുറഞ്ഞൊരു റയോൺ മിക്സ് വരുന്ന ഒരു കോട്ടൺ, അതിൽ ത്രെഡ് വർക്ക് വരുന്ന ഒരു ഫാബ്രിക് ഇങ്ങനെ വരുന്നു. സോഫ്റ്റായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലവേഴ്സിന് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ 2 ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്കിത് കണ്ടു, ഇത് ഒരു 43-44 ഇഞ്ച് തന്നെയാണ് കേട്ടോ വിഡ്ത്ത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരും കണ്ടോ, എംബ്രോയ്ഡറിയും വിത്ത് കട്ട് വർക്ക്, ഹോൾസ് കാണുന്നില്ലേ, ഒരു ഹക്കോബ ടൈപ്പാണ്. അതിൽ സാധാരണ ഹക്കോബയിൽ ഹോൾസിനാണ് ഇമ്പോർട്ടൻസ് വരാറ്. ഇത് അതുകൊണ്ട് അതിൻ്റെ കൂടെ അല്ലാതെ നല്ലൊരു ത്രെഡ് വർക്ക് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിമ്പിളായിട്ട് ഇനി ഒരു ബ്ലാക്കിലൊരു ടോപ്പ്, ഇനി അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് ജീൻസിന് പറ്റുന്ന ടോപ്പ് ഒക്കെ വെയർ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ നല്ലതാണ്. ഇനി ഞാൻ വൈറ്റ് ഹക്കോബ ഇതിൻ്റെ കൂടെ കുറച്ച് കാണിക്കുന്നുണ്ട്. ആ വൈറ്റിൽ ഹക്കോബ മാത്രമല്ല 2 ഫാബ്രിക്. അപ്പോൾ നമുക്കൊരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും എന്നൊരു കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിൽ അതിന് നല്ലതാണ്. ഇതിൽ സ്കേർട്ടൊക്കെ ചെയ്താൽ അങ്ങനെ നല്ലതാണ്. 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നു. ഒരു പക്ക ക്യാമ്പ്രിക് അല്ല, ഒരു റയോൺ മിക്സ് വരുന്നൊരു ക്യാമ്പ്രിക്, അങ്ങനത്തെ ഒരു ഫാബ്രിക്. അത് നല്ല സോഫ്റ്റാണ്, ഉപയോഗിക്കാൻ സുഖമാണ്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ചൊരു അത്യാവശ്യം ഒരു ഹെവിനെസ് ഉള്ളൊരു ഫാബ്രിക്. ഇതാണ് നിങ്ങൾക്ക് കാണാതെ 250 റുപ്പീസ് 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു. അതൊരു ഡിസൈൻ ഇതിനെ കണ്ടു. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ലെങ്ത് വൈസ് എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക്, ജീൻസിൻ്റെ ടോപ്പ് അങ്ങനെ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രിഫർ ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ. കാരണം ഇതിൻ്റെ വർക്ക് വരുന്നത് ഈ വിഡ്ത്ത് വൈസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ട് ഞാനതൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഞാനത് പറഞ്ഞ് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പം നമ്മൾ ഇതിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക ഡിസൈൻ. അപ്പോൾ നമുക്ക് ടോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്കിത് കൂടുതൽ നല്ലത് സ്കേർട്ട് മിഡിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ബെസ്റ്റാണിത്. ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ വൈറ്റ് ഹക്കോബയുടെ കൂടെ ക്രോപ്പ് ടോപ്പ്, സ്കേർട്ട്, ഫ്രോക്കൊക്കെ ചെയ്യണമെങ്കിൽ നല്ലത്. ഇതും 250 റുപ്പീസ് 250 രൂപയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇനി അല്ലെങ്കിൽ ഇതിനെ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് ടോപ്പും ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് ഒന്നുകിൽ നമ്മളൊരു 14-13 ഇഞ്ചിൽ ഒരു യോക്ക് പോലെ, അല്ലെങ്കിൽ ചെറിയ ഷോൾഡർ ജോയിൻറ്റ് പോലെ ഒരു യോക്ക് കൊടുത്തിട്ട്, സെയിം ബ്ലാക്ക് കളർ കൂടെ ആയതുകൊണ്ട് അത് അറിയില്ല, യോക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ട് വിചാരിക്കേണ്ട. അങ്ങനെ യോക്ക് കൊടുത്തിട്ട് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. കാരണം ഇതിന് 44 ഇഞ്ചല്ലേ വിടുത്ത് വരുന്നുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ താഴെ ഒരു ബോർഡർ പോലെ സെയിം ഒരു പീസ് കൊടുത്ത് ഒരു ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് യോക്ക് പോലെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തോളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല ഭംഗിയുണ്ട്. സ്കേർട്ട് മിഡിയൊക്കെ ചെയ്യുന്നവരെ ഒട്ടും മിസ്സാക്കേണ്ട. ഇങ്ങനെ വരുന്നു. ടോപ്പ് ചെയ്യാനും പറ്റിയതാണ്. ഇനി അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നമുക്ക് ഇതുകൊണ്ട് യോക്കും ഇതുകൊണ്ട് ഫ്ലെയർഡ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ രണ്ടും കൂടെ കൂടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 250 രൂപ. അപ്പോൾ ഇനി രണ്ടിനും ചേരുന്ന വൈറ്റ് ഫാബ്രിക് കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെയും പറ്റും. നമ്മുടെ വൈറ്റ് ഹക്കോബ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് കാണിക്കാറുണ്ട്. ഇങ്ങനെ വരുന്നു. നല്ല ഹെവി കട്ട് വർക്ക്, ഇതെല്ലാം സിംഗിൾ ലെയർ. ഇങ്ങനെ ഉണ്ടോ, നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ് പെർ മീറ്റർ, 300. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള വൈറ്റ് ഹക്കോബ, നല്ല പ്രീമിയം വൈറ്റ്, നല്ല മിൽക്കി വൈറ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ആസ് സച്ച് ഇങ്ങനെ തന്നെ കുർത്ത ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതിന് ടോപ്പായിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ കൂടെ കണ്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ വേണം ചെയ്യാം. ഇതുകൊണ്ട് ബൊട്ടിക് ഇൻസ്റ്റൈലൊക്കെ ടോപ്സ് ഒക്കെ ചെയ്ത് സെയിൽ ചെയ്യുന്നവർക്ക് നല്ല ചോയ്സാണിത്. ഇതുകൊണ്ട് യോക്ക് കൊടുക്കുക, താഴോട്ട് സ്കേർട്ട് പോലെ ഫ്രോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ. അപ്പോൾ അതൊന്ന്. അപ്പോൾ വൈറ്റ് ഹക്കോബ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ
സൂപ്പർ വൈറ്റിൽ വരുന്ന നമ്മുടെ മിറർ വർക്ക് വരുന്നത്. ഒറിജിനൽ മിറർ അല്ല കേട്ടോ, റിയൽ മിറർ അല്ല. ആ ഒരു സീക്വൻസ് ടൈപ്പ് നല്ല ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോസ് ചെയ്യാം, ഒക്കെ ഒന്ന് സെറ്റാക്കി വരുന്നുള്ളൂ ഓരോരോ ഐറ്റംസ് ആയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് 180 180 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെയും കണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് വരുന്നത് 180. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കണേ. 180. ഇനി നമ്മുടെ കോട്ടൺ ഫ്ലെക്സ് ടൈപ്പ് ഒരു ഫാബ്രിക്കിൽ നല്ല ഭംഗിയിൽ ഇതൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത്. ത്രെഡ് വർക്ക് വിത്ത് മിറർ വർക്ക് വരുന്നത് കണ്ടോ. ഇതിനൊരു സിൽക്ക് ഫിനിഷ്, കോട്ടൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞാലും ഒരു സിൽക്കി ഫിനിഷ് വരുന്നൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ കളേഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഇതിന് 240 അല്ലേ. ജസ്റ്റ് ഒന്ന് കാണിക്കാപ്പത്തേക്ക് അതിൻ്റെ റേറ്റ് നോക്കട്ടെ. ഇത് നമുക്കിവിടെ ഉണ്ട്, ഞാൻ റേറ്റ് നോക്കി വെക്കാൻ മറന്നുപോയി. 240 240 രൂപയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ പുതിയ ആൾക്കാർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇനി ഒരു ഷോർട്സ് ഒക്കെ ആയിട്ട് എടുത്തിടാം. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല എങ്കിലും. അപ്പോൾ ഞാൻ ആ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കൂടെ കാണിക്കാൻ വേണ്ടി എടുത്തതാണിത്. ഇങ്ങനെ വരും. വൺ സൈഡ് ഇതാ ഇങ്ങനെ ത്രെഡ് വർക്ക് വിത്ത് മിറേഴ്സ്. ഇതും റിയൽ മിറേഴ്സ് അല്ല, ആ ഒരു ഭംഗി. അപ്പോൾ വൈറ്റ് ടോപ്പ് ഇടണം എന്നാൽ സംതിങ് ഡിഫറെൻ്റ് ആവണം എന്നുള്ളവർക്ക് നല്ല ചോയ്സാണ്. അപ്പോൾ കണ്ടോ, ഇതും ഇതിൻ്റെ കൂടെ ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. 240 240 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതും അങ്ങനെ ചേരും. പിന്നെ ഇത് ഞാൻ കാണിക്കണ്ടേ കുറച്ച് കൺഫ്യൂഷനിലായിട്ട് പിന്നെ എടുത്തത്, രണ്ടും കൽപ്പിച്ചെടുത്തതാണ്. നമ്മുടെ മഷ്റൂം സിൽക്കാണ്. അന്ന് വീഡിയോ കാണിച്ചപ്പോൾ ഇത് അവിടെ ഒളിച്ചിരുന്നത്, ബണ്ടിലിടയ്ക്ക് മിസ്സായി പോയതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല. നമുക്ക് മഷ്റൂം സിൽക്ക് വരും കേട്ടോ, ഒട്ടും പേടിക്കണ്ട. വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു. നമ്മുടെ മഷ്റൂം സിൽക്ക് ഫാബ്രിക്കാണ്. 44 ഇഞ്ച് വിടുത്ത് 320. അത്യാവശ്യം നല്ല, അന്ന് നമ്മൾ കാണിച്ചില്ലേ ആ ടൈപ്പിൽ തന്നെ വരുന്ന നല്ല അത്യാവശ്യം ഹെവിനെസ് ഉള്ള ഫാബ്രിക്കാണ്. മഷ്റൂം പറഞ്ഞാൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഉണ്ട് ഇൻസൈഡ് അകവശം നല്ല കോട്ടണിൽ വരും, ഔട്ട് സൈഡ് സിൽക്കി ഫിനിഷിലും വരും. അതാണ് മഷ്റൂമിൻ്റെ പ്രത്യേകത. ഇങ്ങനെ വരുന്നു ഇത്. അപ്പോൾ സോറി, അന്നത്തെ വീഡിയോയിൽ എനിക്ക് മിസ്സായി പോയതാണ്. ഓരോ ബണ്ടിൽസ് ഇങ്ങനെ വന്ന് കിടക്കും, നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു. 320 320 രൂപ. അപ്പോൾ ഇത് അഥവാ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, നിങ്ങളൊന്ന് ചിലപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോഴായിരിക്കും തികയാതെ വരിക. അപ്പോൾ ഇതാണ് 320 ഇത് വരുന്നു മഷ്റൂം സിൽക്ക്. ഇനി വരുന്നത് നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് കളക്ഷനാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് കോട്ടൺ. അപ്പോൾ പുതിയ ആൾക്കാരുള്ളത് കൊണ്ട് അതിനൊരു ആമുഖം ആവശ്യമാണ്. എപ്പോഴും മനസ്സിലാക്കുക, ഡൾ ഫിനിഷിങ്ങിൽ വരും. നമ്മൾ ഗ്ലോസി അല്ല, മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഡള്ളായ ഫാബ്രിക്കാണിത്. കോട്ടൻ്റെ. പക്ഷേ ഇതിൻ്റെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഇതിൻ്റെ കംഫർട്ടാണ്. അതെപ്പോഴും മനസ്സിലാക്കണം. നമുക്ക് നരച്ച ഫീലിംഗ് ഉണ്ടാവും. നന്നായി പ്രോപ്പറായി കെയർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നരച്ചു പോകുന്നതും. ഇതിൻ്റെ ഞാനെപ്പോഴും ദോഷവശങ്ങൾ മാത്രം പറഞ്ഞ് കാണിക്കുന്ന ഒരു ഫാബ്രിക്കാണിത്. കാരണം ഇതിൻ്റെ ദോഷം പറഞ്ഞാൽ പോലും ഇതിൻ്റെ ഗുണം മനസ്സിലാക്കി വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അറിയാവുന്നവർക്ക്, അറിയാത്തവരാണ് ഇത് മനസ്സിലാക്കി എടുക്കുന്നത്. നമ്മൾ സാധാ മറ്റേ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യുന്ന പോലെയല്ല, ഇത് കൈകൊണ്ട് ചെയ്ത് ഡൈ ചെയ്ത് അങ്ങനെ വരുന്നത്. 2 തരം ബഗ്രു, ദാബു അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് മെത്തേഡ്സ് ഉണ്ട്. അതായത് ബ്ലോക്ക് ഉണ്ടാക്കി ഡൈ ചെയ്ത ഫാബ്രിക്കിൽ അങ്ങനെ തന്നെ ബ്ലോക്ക് കൊണ്ട് ചെയ്യുന്നത് ഒരൈറ്റം ഉണ്ട്. പിന്നെ നമ്മൾ സിമെൻ്റ് അല്ല, മണലും ഇത് അവിടുത്തെ സാധനങ്ങൾ വരാൻ പറയണില്ല, അത് മുമ്പൊക്കെ പറയുന്നത്. അതെല്ലാം കൊണ്ട് മോൾഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് ഫാബ്രിക് ഡൈ ചെയ്യും. പിന്നെ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ മോൾഡ് പോലെ വെച്ച സാധനം അങ്ങ് പോവും. എന്നിട്ട് അത് പ്രിൻറ്റ് തെളിഞ്ഞ് വരും. അങ്ങനെ 2 ടൈപ്പ് പ്രിൻറ്റിങ് ഉണ്ട്. അതിനെക്കുറിച്ച് ഇനി പിന്നീട് ഞാൻ ക്ലാസ് എടുക്കാം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ 2 മിക്സ് ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നും വ്യക്തമായിട്ട് പറയാത്തത്. അങ്ങനെ നാച്ചുറലി ഉണ്ടാക്കുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ മനുഷ്യന്മാർ കൈകൊണ്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഫിനിഷിങ് കുറവ്. പിന്നെ പക്ക കോട്ടൺ ആയതുകൊണ്ട് അതിൻ്റെ ഡ്യൂറബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഫസ്റ്റ് വാഷിന് എന്തായാലും കളർ ഗാർഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്. അതെങ്ങനെ ഉപയോഗിക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ലിങ്ക്, അതൊന്ന് നോക്കണേ. അപ്പോൾ ഈ ഹാൻഡ് ബ്ലോക്ക് വാങ്ങുന്നവരെപ്പോഴും ഇതിൻ്റെ ഡൾ ഫിനിഷിങ് കണ്ടിട്ട് ഇത് ഡാമേജ് ആണ് അങ്ങനെ വിചാരിക്കേണ്ട. അപ്പോൾ മനസ്സിലാക്കി വാങ്ങുക. ഉപയോഗിക്കാൻ നല്ല കോട്ടൺ ലവേഴ്സിൻ്റെ ബെസ്റ്റ് ചോയ്സ്. നല്ലൊന്ന് വാഷ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ടിടാം. ഈ സമ്മർ സീസണിലേക്ക് ഏറ്റവും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെറ്റായിട്ട് വാങ്ങാം, ടോപ്പ് ആൻഡ് ബോട്ടം. അല്ലെങ്കിൽ സിംഗിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാം. 44 ഇഞ്ച് എടുത്ത് 180 180 രൂപ ഇങ്ങനെ വരും. നമ്മൾ അജരക്ക്, ഹാൻഡ് ബ്ലോക്ക്, കലങ്കാരി, ഇക്കത്ത്, ബാന്തിനി ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്ന നാച്ചുറൽ ഫാബ്രിക്സ് ആണ്. അതിൽപ്പെട്ട ഒരാളാണിത്. അപ്പോൾ ഇത് അങ്ങനെ വരുന്നു. 180 180 രൂപ. സ്ക്രീനിൽ നിങ്ങൾക്ക് ഇത് ലൈറ്റിൽ ബ്രൈറ്റായി തോന്നിയാലും ഡൾ ഫിനിഷിംഗ് ആണ്. നമ്മുടെ കാഷിഷ് കളറിൽ ഇതാ വരുന്നു. ഇങ്ങനെ 180 180 രൂപ. അതിൽ ഇങ്ങനെ വരുന്നു 180 രൂപ. അപ്പോൾ അതിന് സെറ്റ് വൈസ് ഇതാ ഇങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഇതൊക്കെ സെറ്റായിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് ആ ഡൾ ഫിനിഷിങ്ങിനായിട്ട് ഡൾ ഫിനിഷിൽ വരുന്ന അതിന് അതിൻ്റേതായ നല്ലൊരു. ഇപ്പോൾ ഇൻഡിഗോയിൽ ചോദിച്ച ആൾക്ക് ഇതാ ഇങ്ങനെ വരുന്നു. ഇൻഡിഗോയിൽ ആദ്യം ഒന്ന് കാണിച്ചു പോകാം. 44 ഇഞ്ച് എടുത്ത് 180 180 രൂപ. അടുത്തത് ഇങ്ങനെ വരുന്നു 180. അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു 180. അടുത്തത് ഇങ്ങനെ വരുന്നു 180. എല്ലാം 180 ഇങ്ങനെ വരുന്നു 180. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ എടുക്കാം.
ഇൻഡിഗോയിൽ ഇങ്ങനെ ഇങ്ങനെ സമ്മർ ആകുമ്പോൾ ഇനിയും നമുക്ക് ചെയ്യിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇപ്പം നമുക്ക് നിലവിൽ ഇത്രയുമാണ്. ഇൻഡിഗോ ഒരു ദിവസം എടുത്ത് കാണിക്കുമോ ചോദിച്ചവർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഷെൽഫ് ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ കുറച്ചുണ്ട് കേട്ടോ. 180 180 രൂപയാണ് എല്ലാം. ഇവിടെ ഇരിക്കുന്ന ഹാൻഡ് ബ്ലോക്കുകൾ ഒക്കെ അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇത് ഹാൻഡ് ബ്ലോക്കിൽ ഇൻഡിഗോ കളക്ഷൻ. ഇനി വരൂ കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷമാകാൻ പോകുന്നു. ഷോപ്പ് തുടങ്ങിയിട്ട് 8 വർഷമാകാൻ പോകുന്നു. അന്ന് തൊട്ട് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അത് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ പൊതുവേ മാർക്കറ്റിൽ വല്ലാതെ വരാത്ത ഫാബ്രിക്കാണ്, പക്ഷേ ഉപയോഗിക്കാൻ നല്ല സുഖം. അടുത്തത് വരുന്നു ഹാൻഡ് ബ്ലോക്കിൽ ഇങ്ങനെ വരുന്നു. നമ്മൾ ഓറഞ്ച് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ പേരായിട്ട് വന്നത് സംഭവം മെറ്റീരിയൽ ഇല്ല അപ്പോൾ, അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഉള്ളത് എടുത്തതാണേ. അടുത്തത് അങ്ങനെ വരുന്നു 180 180 രൂപ. ഇങ്ങനെ വരുന്നു 180. അപ്പോൾ സെറ്റായിട്ട് ഇതൊക്കെ സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. മെഷീൻ വാഷ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ പോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഹാൻഡ് ബ്ലോക്കിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്കും വൈറ്റും മാത്രമല്ല അതിൻ്റെ കൂടെ ആ ഒരു നല്ലൊരു ബ്രിക്ക് റെഡ് കലർന്ന ആ കളറും കൂടെ വരുന്നു. അതങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 180 180 രൂപ. അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു 180. അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു 180. അപ്പോൾ ഇതിൽ ഇത്ര ഇങ്ങനെ വരുന്നു 180. അതങ്ങനെ. ഇനി അടുത്ത് നമ്മൾ ആ ഒരു ഒനിയൻ പിങ്കിൻ്റെ പോലത്തെ കളറിൽ ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ആ ഡൾ ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ. ഇങ്ങനെ വരുന്നു 180. സിമ്പിളായിട്ട് കുർത്താൽ ജീൻസിൽ ടോപ്പൊക്കെ ചെയ്തിട്ടാലും ഭംഗിയുണ്ടാവും. ഇത് അനിമൽ പ്രിൻസ് ആണ്, ഇത് മനസ്സിലാക്കി വാങ്ങണം. ഇങ്ങനെ വരുന്നു 180. പക്ക കോട്ടൺ ആണ് 180 രൂപ. ഇനി ഡോട്ട്സിൽ വരുന്നു ഇങ്ങനെ 44 ഇഞ്ച് എടുത്ത് 180. അതിൽ വൈറ്റിൽ ബ്ലാക്കും ബ്ലാക്കിൽ വൈറ്റ്. ഇങ്ങനെ സ്കേർട്ടും ടോപ്പും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ടോപ്പും ബോട്ടും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ വരുന്നു 180 180 രൂപ. അപ്പോൾ അത്രയായിരുന്നു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് കോട്ടൺ കളക്ഷൻസ്. നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മൊഡാൽ സിൽക്ക്, പ്യുവർ മൊഡാൽ സിൽക്കാണ്. പ്യുവർ മൊഡാൽ സിൽക്കിൽ തന്നെ നമ്മൾ 2 തരം നമ്മൾ ചെയ്യാറുണ്ട്. ഒരു 530 റേഞ്ചിൽ വരുന്നതുണ്ട്, പിന്നെ ഇത് 500 റേഞ്ചിൽ വരുന്നത്. അതെന്ന് അതിൻ്റെ പ്യൂരിറ്റിയിലുള്ള കുറവല്ല, അതിൽ ആ ഒരു ബേസ് ഫാബ്രിക്കിലുള്ള തിക്നെസ്സിൻ്റെ അതിൻ്റെ ഓരോ തിക്നെസ് വരുമല്ലോ, അതിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നും കൂടെ ഡിഫറെൻ്റ് ആയ പ്രിൻസാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻസ് എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പിൽ ഇതങ്ങനെ വരുന്നു. പ്യുവർ മൊഡാൽ സിൽക്കാണ്. 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. 500 രൂപ. നമ്മൾ ഈ മൊഡാൽ സിൽക്ക് പറഞ്ഞാൽ സെമി മൊഡാൽ, മൊഡാൽ ചന്തേരി അതല്ല കേട്ടോ. അത് നമ്മുടെ പ്യുവർ മൊഡാൽ സിൽക്ക് ടൈപ്പിൽ വരുന്നതാണ്. അത് അറിയാത്തവരത് മനസ്സിലാക്കി വാങ്ങണേ. അപ്പോൾ ഇനി ഇത് ഒരു ഡിസൈൻ, ഇതിന് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് എടുത്തോളൂ കേട്ടോ, മാറണ്ട. അടുത്ത ഡിസൈനും തമ്മിൽ വലിയ വ്യത്യാസമില്ല, മാറിപ്പോവല്ലേ. ഇതുണ്ടോ, ഇങ്ങനെ വരുന്നു. പ്യുവർ മൊഡാൽ സിൽക്കാണ്. ഇങ്ങനെ വരുന്നു. നിങ്ങൾക്കതിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ ഇതിൽ ഞാൻ 2.5 മീറ്ററിലേ കട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 മീറ്ററിന് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ 3 മീറ്റർ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ 2 മീറ്റർ കൊടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ എടുത്ത് നമ്പർ നോക്കി സെറ്റ് ചെയ്തിട്ടേ തരുള്ളൂ കേട്ടോ. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2.5 നമ്മൾ പറയുന്നെങ്കിലും, അപ്പോൾ 2, 2.5, 3 അങ്ങനെ കട്ട് ചെയ്ത് തരാം. പിന്നെ അവർ സെറ്റ് ചെയ്ത് നമ്പർ അനുസരിച്ച് നമുക്ക്, കാരണം വേസ്റ്റേജ് വന്നാൽ ഇത്തിരി പ്രശ്നമുള്ളൊരു മെറ്റീരിയൽ അല്ലേ, അത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വരുന്നു. രണ്ടാമത്തെ ഡിസൈൻ നമ്മൾ 530 മൊഡാൽ എന്ന് പറഞ്ഞാൽ ഇതാണേ. ഉണ്ടോ, രണ്ടും തമ്മിലൊരു അതിൻ്റെ കുറച്ചൊരു തിക്നെസ്സിലും ആ ഒരു വ്യത്യാസം മാത്രം. പ്യുവർ ഇതും മൊഡാൽ സിൽക്ക് തന്നെയാണ്. ഇതിലേക്ക് അപേക്ഷിച്ച് നമ്മളുടെ ഓരോ സ്ഥലത്ത് ചെയ്യിക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ, ബേസ് ഫാബ്രിക്കിൻ്റെ വ്യത്യാസമാണ് അത് വരുന്നത്. നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ട ബ്ലാക്കിൻ്റെ മെറൂണ് ഇങ്ങനെ വരുന്നു. മൊഡാൽ സിൽക്കിൽ വെറൈറ്റിക്ക് നോക്കുന്നവർ ഇങ്ങനെ വരും. പ്യുവർ മൊഡാൽ സിൽക്ക് തന്നെയാണ്. 500 രൂപ, 500 റുപ്പീസ്. അതിൽ നമ്മൾ ആദ്യം കണ്ട ബ്ലാക്കിൻ്റെ ഇങ്ങനെ വരുന്നു. മെറൂൺ ഇങ്ങനെ വരുന്നു. 500, 500 രൂപ. അതിൻ്റെ നല്ലൊരു യെല്ലോ ഇങ്ങനെ വരുന്നു. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ഇനി വരും. ഓരോരോ വീഡിയോകളിലും വ്യത്യസ്തകളുണ്ട്, എത്തേണ്ട താമസങ്ങളേ ഉള്ളൂ. അടുത്ത് ഇങ്ങനെ വരുന്നു. ഗ്രീൻ ആൻഡ് യെല്ലോയിൽ ഇങ്ങനെ 500 രൂപ. ഇത് നമ്മൾ ഒരുപാടില്ല, വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യൂ. എന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് ദുപ്പട്ടാസ് കാണാം. വെറൈറ്റി ദുപ്പട്ടാസാണ്. നമ്മളൊരു ഓഫ് വൈറ്റിൽ മിൽക്കി വൈറ്റിൽ വരുന്ന ഒരു ചന്തേരി ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന, ചന്തേരി അല്ല, ഒരു കോട്ടൺ മിക്സുള്ള നല്ലൊരു ദുപ്പട്ട. അതിൽ ഓൾ ഓവർ ഒരു അരി വർക്ക് പോലെ ഒരു വർക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം 2.25 മീറ്ററേ ഉള്ളൂ കേട്ടോ. 2.25 2.25 മീറ്ററിൽ വരുന്ന ദുപ്പട്ടയാണ്. വൈറ്റിൽ ഇങ്ങനെ വരുന്നു. 300 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ നല്ല വശം അത് തന്നെ, 300 രൂപ. ഇനി കുറച്ചൊരു വ്യത്യസ്തമായ ദുപ്പട്ടാസ് കാണാം. ഇതും ഇതുണ്ടോ,
ഫുൾ നമ്മൾ ആ ഒരു സെമി സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ ബ്രിഡ്ജ് ലൈസ് വെച്ച് ജോയിൻ ചെയ്ത പാനൽസ് പോലുള്ള ആ ഒരു ലുക്ക് തരുന്ന ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും. ഫുൾ ത്രെഡ് വർക്കാണ്. വൺ സൈഡൊക്കെ ഇടാൻ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്കാണ് കളർ വരുന്നത്. ഇങ്ങനെ വരും. 480 റുപ്പീസ് per പീസ്. 480 രൂപയാണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ. അപ്പോൾ ബ്ലാക്ക് അത് കണ്ടു. ഇനി അതിൽ വൈറ്റ് ഇങ്ങനെ വരുന്നു. ഫുൾ ത്രെഡ് വർക്കാണ്. ഇതാ സെമി സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ഇങ്ങനെ വരുന്നു. 480 രൂപ ദുപ്പട്ടയുടെ റേറ്റ് വരുന്ന ദുപ്പട്ട ഇങ്ങനെ. ഇനി അതിലൊരു പീക്കോക്ക് കളറിൽ പീക്കോക്ക് ബ്ലൂവിൽ ഇതാ ഇങ്ങനെ വരുന്നു. ഇതാ ഇങ്ങനെ 480 രൂപ. ഇപ്പോൾ 2 സൈഡ് ഇടുവാണെങ്കിലും നമ്മൾ സാധാ വരുന്ന ദുപ്പട്ടയില്ലേ അതിൻ്റെ വലിപ്പം ഇങ്ങനെ വരുന്നു. 480 480 രൂപ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മൂവ് കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു. നമ്മൾ ലാവൻഡറിൻ്റെയും ആ ഒരു ഒണിയൻ പിങ്കിൻ്റെ ഒരു മിക്സ് ആയിട്ട് വരുന്ന കളറില്ലേ, 480 രൂപ. ഇനി വരുന്നത് ഒണിയൻ പിങ്ക്. ആ ഒരു പിങ്കിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള കളർ ഇതാ ഇങ്ങനെ വരുന്നു. 480 480 രൂപ. പാനൽസ് പോലെ ഇൻ ബിറ്റ്വീൻ ബ്രിഡ്ജ് ലൈസ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന ദുപ്പട്ട. നെക്സ്റ്റ് വരുന്നു നല്ലൊരു പീച്ചാണ്. പീച്ച് കളറിൽ ഇങ്ങനെ വരുന്നു. 480 രൂപ. നെക്സ്റ്റ് വരുന്നു നല്ലൊരു ലാവൻഡർ കളർ. നല്ല പ്ലസൻറ്റ് ലാവൻഡറാണ്. ഇതാ ഇങ്ങനെ വരുന്നു. 480 രൂപ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ ആക്ച്വലി അജരക് ദുപ്പട്ടാസുര എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഒത്തിരി ലെങ്തി ആയി. അത് ഞാൻ വേറെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിടാം കേട്ടോ. അപ്പോൾ സമയം സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പിയല്ലോ. ഒത്തിരി ലേറ്റ് ആയില്ലേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.